ചെറുകിട സംരംഭകർ ഏറ്റവും കൂടുതൽ ഫോക്കസിങ് കൊടുക്കേണ്ടത് മാർക്കറ്റിങ്ങിലാണ്. കസ്റ്റമേഴ്സിനെ എങ്ങനെ കണ്ടെത്താമെന്നുള്ളതിലാണ്. ഈ കസ്റ്റമേഴ്സ് വന്നാലാണ് നമ്മളുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ പലരും ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ടൈം സ്പെൻഡ് ചെയ്യണതും പഠിക്കണതും എല്ലാം ഈ സെയിൽസിൻ്റെ ടെക്നിക്ക് പഠിക്കുക, സെയിൽസിൻ്റെ സൈക്കോളജി, അങ്ങനെ പറയരുത് ഇങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതികളാണ് അധികപേരും ഫോക്കസ് കൊടുക്കുന്നത്. തുടക്കക്കാരായിട്ടുള്ള സംരംഭകരെ സംബന്ധിച്ചിടത്തോളം ആദ്യം കസ്റ്റമേഴ്സിനെ കൊണ്ടുതന്നെയാണ് നമ്മൾ ഫോക്കസിങ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഏത് വിഭാഗം കസ്റ്റമറെയാണ് ആവശ്യം, അവരെല്ലാം എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് വേണ്ട കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും. പല രീതിയിൽ നമുക്കത് ചെയ്യാം. സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് നല്ല രീതിയിൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്തി സെയിൽ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഇതിൽ നിങ്ങൾ തുടക്കം ഫോക്കസിങ് കൊടുക്കുക. എന്നാലാണ് നമ്മളുടെ പ്രൊഡക്റ്റോ സർവീസോ ആളുകൾക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയുള്ളൂ. എന്തുമാത്രം അത് വളർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കും എന്നുള്ളത് അറിയുള്ളൂ. നിസ്സാര മാസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് അറിയാം. അതേസമയം നിങ്ങൾ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അതിങ്ങനെ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇന്ന് വരും നാളെ ആൾ വരും അല്ലെങ്കിൽ കുറച്ച് കസ്റ്റമേഴ്സ് വാങ്ങിക്കും, ഈ വേർഡ് ഓഫ് മൗത്തിലൂടെ അതിങ്ങനെ സ്പ്രെഡായി വരും. അതൊക്കെ വളരെ എക്സ്ട്രീംലി റെയർ ആയിട്ടുള്ള കേസുകളാണ്, പെട്ടെന്ന് തന്നെ വേർഡ് ഓഫ് മൗത്തിലൂടെ സ്പ്രെഡ് ആവലൊക്കെ. പക്ഷേ നമുക്ക് ഡിജിറ്റൽ യുഗം വന്നതോടുകൂടി സോഷ്യൽ മീഡിയയിൽ എന്ത് തരം ഐഡിയ നമുക്ക് പരീക്ഷിക്കാം, ഏത് വിഭാഗം കസ്റ്റമറെ ഏറെക്കുറെ നമുക്ക് ടാർഗറ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത് സെയിൽസ് ടാക്ടിക്സിലോ അല്ലെങ്കിൽ സൈക്കോളജി വെച്ചിട്ടുള്ള സെല്ലിങ്ങിലോ ഇത്തരം കാര്യങ്ങളിലോ ഒന്നുമല്ല. കസ്റ്റമേഴ്സ് വരുന്നതിൽ നിങ്ങൾ ഫോക്കസിങ് കൊടുക്കുക. മാർക്കറ്റിംഗ് നല്ല രീതിയിൽ ചെയ്യാൻ പഠിക്കുക. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ സ്ഥാപനത്തിലേക്ക് നിങ്ങളുടെ ഒരു ബ്രാൻഡ് ഉണ്ട്, അതിനൊരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഇൻകം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇൻകം വെച്ചിട്ട് തന്നെ നമുക്ക് പലതും സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻകം വരാനുള്ള കാര്യങ്ങളാണ് നമ്മൾ തുടക്കത്തിൽ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടത്ര ക്യാഷ് ഫ്ലോ ഇല്ലാതെ അത് ഡെഡാവും. ക്യാഷ് ഫ്ലോ വന്നില്ലെങ്കിൽ ഉള്ളത് അറിയാമല്ലോ, നമ്മളുടെ ശരീരത്തിൽ ബ്ലഡ് ഉള്ള പോലെയാണ് ബിസിനസ്സിൽ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ക്യാഷ് ഫ്ലോ വന്നാൽ മാത്രമാണ് നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കസ്റ്റമറെ കണ്ടെത്താനുള്ള പരിപാടിയാണ് നിങ്ങൾ തുടക്കക്കാരായിട്ടുള്ള സംരംഭകർ ചെയ്യേണ്ടത്. സോഷ്യൽ മീഡിയയിലൂടെ കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും. കസ്റ്റമേഴ്സിനെ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടെത്തുന്നത് എന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കോഴ്സിൽ പങ്കെടുക്കാം. നിങ്ങൾക്ക് വേണ്ടി ചെറിയ ബിസിനസ് ഓണേഴ്സിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള കോഴ്സാണ്. ധാരാളം കാര്യങ്ങൾ അതിൽ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് വേണ്ട വാട്സപ്പ് സപ്പോർട്ടും ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. കോഴ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം.